ഈ സെഷനിൽ ചുറ്റളവ് അഥവാ സർക്കംഫറൻസ് അളക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കും. ഈ സെഷൻ്റെ അവസാനത്തോടെ നിങ്ങൾക്ക് സർക്കംഫറൻസ് അളക്കാനും സർക്കംഫറൻസ് മെഷർമെൻറ്റ് ടൈപ്പുകൾ പട്ടികപ്പെടുത്താനും സർക്കംഫറൻസ് മെഷർ ചെയ്യുന്നത് എങ്ങനെയെന്ന് വിവരിക്കാനും കഴിയും. കൃത്യമായി ബോഡി മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യുന്നതാണ് മികച്ച ഫിറ്റുള്ള ഗാർമെൻറ്റ്സ് നിർമ്മിക്കുന്നതിനുള്ള ആദ്യപടി. ഒരു പാറ്റേൺ സൈഡ് തിരഞ്ഞെടുക്കുന്നതിൽ സർക്കംഫറൻസ് അളവുകൾ വളരെ പ്രധാനമാണ്. സ്ത്രീകളുടെ റെഡി ടു വെയർ വസ്ത്രങ്ങൾ തയ്ക്കുന്നതിന്റെ ക്ലോത്തിങ് സൈസിന്റെ അടിസ്ഥാനം ബസ്റ്റ്, വെയ്സ്റ്റ്, അബ്ഡോമൻ, ഹിപ്സ് എന്നിവയുടെ മെഷറുകളാണ്. ആംപിറ്റ്സിന്റെ വളവിലുള്ള സർക്കംഫറൻസിലും നെഞ്ചിൽ നിന്ന് ഏകദേശം 2 ഇഞ്ച് ഉയരത്തിലുമാണ് ഹൈ ബസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. ബസ്റ്റിന്റെ ഏറ്റവും വിശാലമായ ഭാഗത്തെ സർക്കംഫറൻസ് ഫുൾ ബസ്റ്റ്. നാച്ചുറൽ വെയ്സ്റ്റ് എന്നത് വെയ്സ്റ്റിന്റെ ഇടുങ്ങിയ ഭാഗത്തെ സർക്കംഫറൻസ് ആണ്. ഹിപ്സ് അഥവാ ഇടുപ്പിന്റെ അളവ് ഇടുപ്പിന്റെ വിശാലമായ ഭാഗത്തുള്ള സർക്കംഫറൻസ് ആണ്. സാധാരണയായി നാച്ചുറൽ വെയ്സ്റ്റിന്റെ ഏകദേശം 7 ഇഞ്ച് താഴെയാണിത്. സർക്കംഫറൻസ് അളക്കുന്നതിനുള്ള ടൈപ്പുകളെ പറ്റി പഠിക്കുന്നതിന് മുമ്പ് അളവുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ശരിയായ ഫിറ്റിങ്ങിനായി അളവുകൾ ഉപയോഗിക്കുന്നു. ബോഡി പ്രപ്പോർഷൻസ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്നു. ബോഡി പ്രപ്പോർഷൻസ് പരസ്പരം കാൽക്കുലേറ്റ് ചെയ്യാൻ, ഫലപ്രദമായ ആൾട്രേഷൻ നടത്താൻ, ക്ലോത്തിന്റെ ആവശ്യകതകൾ കണക്കാക്കാൻ, സൈഡ് ചാർട്ട് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് മെഷർമെന്റ് ചാർട്ട് തയ്യാറാക്കാൻ, സൈഡ് പ്രപ്പോർഷൻസും പരസ്പര വ്യത്യാസവും തിരിച്ചറിയാൻ, വസ്ത്രങ്ങളുടെ വലിപ്പം നിർണ്ണയിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മെഷർമെന്റ് ആണ് ഗിർത്ത്. ഹെഡ് ഗിർത്ത്. തലയ്ക്കും നെറ്റിയിലെ പുരുകത്തിനും തൊട്ടുമുകളിലുള്ള ചുറ്റളവാണ് ഹെഡ് ഗിർത്ത്. ആദംസ് ആപ്പിളിന് മുകളിലുള്ള ലെവലിൽ കഴുത്തിന്റെ ചുറ്റുമുള്ള സർക്കംഫറൻസ് അളവാണ് നെക്ക് ഗിർത്ത്. ഫോ ആം ഗിർത്ത്. കൈത്തണ്ടയുടെ മുകൾ ഭാഗത്ത് നിന്ന് 1/3 ഭാഗത്തെ അളവെടുക്കുന്നു. ഇത് കൈത്തണ്ടയുടെ മാക്സിമൽ ഗിർത്താണ്. ചെസ്റ്റ് ഗിർത്ത് എന്നുള്ളത് സ്റ്റേണത്തിന്റെ ലെവലിലുള്ള നെഞ്ചിന്റെ സർക്കംഫറൻസ് ആണ്. തൈ ഗിർത്ത് എടുക്കേണ്ടത് തുടഭാഗത്തിന്റെ ഏറ്റവും വൈഡായ അളവാണ്. ഷോർട്സ് പോലുള്ള വസ്ത്രങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ ഈ അളവ് വളരെ ഉപയോഗപ്രദമാണ്. വിവിധ ശരീരഭാഗങ്ങളെ അളക്കുമ്പോൾ ടേപ്പ് മെഷർ ലെവൽ നിലത്തിന് സമാന്തരമായി നിലനിർത്തുക. നിങ്ങളുടെ ധാരണ പരിശോധിക്കാൻ ഒരു ടാസ്ക് ചെയ്യാം. ഇതിന് നിങ്ങളുടെ കയ്യിൽ മെഷറിംഗ് ടേപ്പ്, ഡ്രസ് ഫോം, പേപ്പർ അല്ലെങ്കിൽ നോട്ട്ബുക്ക്, പെൻസിൽ അല്ലെങ്കിൽ പെൻ എന്നിവ കരുതുക. സർക്കംഫറൻസ് മെഷർ ചെയ്യുക എന്നതാണ് ആദ്യ ടാസ്ക്. ബസ്റ്റ് പോയിന്റുകളിലും ബാക്കിലും അളക്കുക. വെയ്സ്റ്റിന് ചുറ്റും അളക്കുക. അരക്കെട്ടിന് താഴെ 3 ഇഞ്ച് അടയാളപ്പെടുത്തുക. അടയാളപ്പെടുത്തിയ ഭാഗത്തിന് ചുറ്റും മെഷറിംഗ് ടേപ്പ് ഉപയോഗിച്ച് അളക്കുക. തറയ്ക്ക് സമാന്തരമായി ടേപ്പ് ഉപയോഗിക്കുക. വൈഡ് ഏരിയ അളക്കുക. കാണിച്ചിരിക്കുന്ന ചിത്രത്തിൽ X എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ സെന്റർ ഫ്രണ്ട് ഭാഗത്തെ ഹിപ്പ് ലെവൽ അടയാളപ്പെടുത്താനായി പിൻ ചെയ്യുക. ഈ സെഷനിൽ സർക്കംഫറൻസ് അളക്കുന്നത് എങ്ങനെയെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ സെഷനോടെ നിങ്ങൾക്ക് സർക്കംഫറൻസ് അളക്കാനും സർക്കംഫറൻസ് മെഷർമെന്റ് ടൈപ്പുകൾ പട്ടികപ്പെടുത്താനും സർക്കംഫറൻസ് മെഷർ ചെയ്യുന്നത് എങ്ങനെയെന്ന് വിവരിക്കാനും കഴിയുമെന്ന് വിശ്വസിക്കുന്നു.